like 4-5 years I'm in this industry. So ഈ ഒരു പ്രൊഫഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് മനസ്സിലാക്കിയത് നമ്മുടെ സ്കിൻ ആൻഡ് ഹെയർ എത്രത്തോളം നമ്മൾ അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ആൻഡ് സ്കിൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ തന്നെ അതിലും ഇരട്ടി ടാസ്ക്കാണ് ഹെയർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ ഈ ഒരു ക്ഷണം സ്വീകരിച്ച് ഞാനിവിടെ വന്നത് ഐ എം റിയലി ഹാപ്പി. കാരണം ഈ കെമിക്കൽസും അതുമെല്ലാം യൂസ് ചെയ്ത് മൈ ഹെയർ ഇസ് കംപ്ലീറ്റ്ലി തന്നെ ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഡാമേജ്. അത് ഈ പറയുന്ന ഓരോ ഷൂട്ട്സ് നമ്മൾ സ്റ്റൈലിങ് ചെയ്തും ഒക്കെയാണ് നടക്കുന്നത്. സോ ഇങ്ങനെ അതായത് ഓർഗാനിക് ആയിട്ടുള്ള പ്രോഡക്ട്സ് ലോഞ്ച് ചെയ്യുന്നത് പറയുമ്പോൾ ഇറ്റ്സ് ഡെഫിനറ്റ്ലി എ ഗുഡ് തിങ്. അതായത് നമ്മുടെ ഹെയറിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് സാർ പറഞ്ഞ പോലെ ഇറ്റ്സ് ഫോർ ഫ്യൂച്ചർ ജനറേഷൻസ് ടു. അതായത് ഈ ഒരു ഇൻഡസ്ട്രി മാത്രമല്ല, സാധാരണക്കാർക്കും എല്ലാവർക്കും വളരെ ഉപയോഗമാണിത്. സോ ഐ എം റിയലി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദിസ് ലോഞ്ചിങ് പ്രോഗ്രാം ആൻഡ് താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. താങ്ക് യു. എന്ന് ചോദിച്ചാൽ അത് നമുക്ക് അങ്ങനെ ഇതുവരെ സംഭവിച്ചിട്ടില്ലല്ലോ. ആരെങ്കിലും കല്യാണം കഴിക്കണമല്ലോ, അപ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിനെ അങ്ങനെ കിട്ടുവാണെങ്കിൽ കല്യാണം കഴിച്ച് നോക്കാം. ഏലിയൻ ഇപ്പം ഭൂമിയിലൊക്കെ ജീവികളിലും മറ്റ് ഗ്രഹങ്ങളിലും ജീവികളുണ്ടെന്നാണല്ലോ പറയുന്നത്. അത് ജസ്റ്റ് ഒരു ജീവി മാത്രമല്ലല്ലോ, അവിടെയും അവർക്കൊരു കൂട്ടമൊക്കെ ഫാമിലിയൊക്കെ കാണുമല്ലോ. അത് കുട്ടി ഉണ്ടാകുന്നതുകൊണ്ട് ആയിരിക്കുമല്ലോ അവർക്ക് അങ്ങനെ ഏലിയൻസ് തന്നെ ഇങ്ങനെ ഒത്തിരി ഉണ്ടാവും. തീർച്ചയായിട്ടും അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ കൂടുതൽ ഇനി കണ്ടിട്ടുണ്ടോ? അങ്ങനെ കറക്റ്റ് ഒരു ചോദ്യം ഏലിയന്റെ ജാതകം. നമ്മുടെ ജാതകം എന്ന് പറയുമ്പോൾ നമ്മൾ ഭൂമിയിൽ ജനിച്ചോട്ടെ. അപ്പൊ ഏലിയൻ ജനിച്ചത് വേറെ പ്രാണികളായിരിക്കും. ജാതകത്തിന് വേറെ കോടൊക്കെ ചിലപ്പം സീരിയൽ നമ്പർ ആയിരിക്കും അവർക്ക്. എന്തെങ്കിലുമൊക്കെ ടാറ്റോ പോലെ സീരിയൽ നമ്പർ ആയിരിക്കും ബാക്കിൽ. ഇഷ്ടമാണോ? ഞാൻ ആലോചിക്കുന്നുണ്ട് ഏലിയനെ കിട്ടിയ കല്യാണം കഴിക്കും. കാരണം ഏതായാലും മനുഷ്യന്മാരെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഡിവോഴ്സ് ആകുന്നു, പ്രശ്നങ്ങളുണ്ടാവും, എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കും. പക്ഷെ ഏലിയൻസിനെ കല്യാണം കഴിച്ചാൽ ചിലപ്പം ലോകത്തെ അത് സംഭവിക്കും. ഏലിയനെ കല്യാണം കഴിച്ച പെൺകുട്ടി ഏലിയൻ കുട്ടി ഏലിയൻ കുട്ടിയല്ല, ഏലിയനെ കല്യാണം കഴിച്ചിട്ട് ഏലിയൻസ് ഉണ്ടോ? പ്രോഗ്രാം അമേരിക്കയിലെ ഏലിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അമേരിക്കയിലെ ഏലിയൻസ് ഉണ്ടെന്നാണ് പൊതുവെ ആൾക്കാർ പറയുന്നത്. പക്ഷേ നമ്മളത് കണ്ടിട്ടില്ലല്ലോ ഈ ഏലിയൻസ് ഒക്കെ ഇങ്ങനെ വരുന്നത്. നമ്മൾ സിനിമയിലല്ലേ കണ്ടിട്ടുള്ളൂ. അത് പക്ഷെ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അമേരിക്കയിലുണ്ടോയെന്ന് എനിക്കറിയാം. പക്ഷെ ഏലിയൻസ് ഉണ്ട്. ഏലിയൻസ് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം മനുഷ്യർ മാത്രമല്ലല്ലോ ലോകത്തുള്ളത്, മനുഷ്യരല്ലാത്ത വേറെ പ്ലാനറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം തീർച്ചയായിട്ടും ഏലിയൻസ് ഉണ്ടായിരിക്കുമല്ലോ. പക്ഷെ അവരുടെ വരികയും പോവുകയും ചെയ്യാം. നമുക്കത് കാണാൻ പറ്റില്ല. ബിക്കോസ് അവർ നമ്മളെക്കാളും നമ്മളെയൊക്കെ നമ്മളെ കാണാത്ത രീതിയിൽ അവർ വരും. എന്താ ഇഷ്ടം? ആണോ? സെയിം പിഞ്ച് മത്തി. അത് തന്നെ സെയിം പിഞ്ച്. അപ്പം ശരി, അത് കഴിഞ്ഞിട്ട് പ്രോഗ്രാം കണ്ടിന്യൂ അതാണ് 3 ഗ്ലാസ്. 3 ലിറ്റർ. വെജാണോ നോൺ വെജാണോ? ഒരു ദിവസം എത്ര ലിറ്റർ ആണ് പറഞ്ഞത്? കുടിക്കണം എന്ന് ആഗ്രഹം, പക്ഷെ ഇല്ല. നിങ്ങൾ എത്ര കുടിക്കാറുണ്ട്? 3 ലിറ്റർ. വെള്ളം കുടിക്കുന്നത് കണ്ടില്ല. ശുദ്ധമായ വെള്ളം, ശുദ്ധമായ എവർഗ്രീൻ്റെ നമ്മുടെ വീഡിയോസ് റൺ ചെയ്യാണ്. എല്ലാവരും ചാനലിന്റെ പേരാ മായാവി. ഓക്കെ ഓക്കെ, അത് ശരി. അതെ
നല്ല പുളിയില്ലേ, പക്ഷെ മുഖത്ത് എക്സ്പ്രഷൻ ഇരുന്നില്ല. എനിക്ക് വെയിറ്റ് ലോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കില്ലേ, അപ്പം ഷുഗറൊക്കെ കൺസ്യൂം ചെയ്യാമോ? സത്യം പറഞ്ഞാൽ ഇപ്പം പറഞ്ഞുണ്ടല്ലോ. അല്ല പണ്ടര നല്ലത്. രണ്ട് ടൈപ്പ് ആൾക്കാർ പറയുന്നുണ്ട്. പുള്ളി കള്ള പറയുന്നു, ഞാൻ സത്യം പറയും. ഞാൻ സത്യം പറയുന്നു. പിന്നെ ഓക്കെ ശരി, താങ്ക് യു. പോവാ പിന്നെ നിൽക്കണ്ടേ, വർക്ക് കിട്ടാതെ വന്ന് റിജക്റ്റ് തടിയാതെ റിജക്റ്റ് ആകുമ്പോൾ കുറച്ച് കാര്യം. പക്ഷെ പുഷ്പ അറിയണ്ടല്ലോ. അത് പക്ഷേ ഖുഷ്ബു, ഇത് ഞാൻ അങ്ങനെ പറയരുത് ചേട്ടാ. അപ്പൊ ഇതാണ് സംഭവം. സി, ഒരു ഇൻഡസ്ട്രി ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ. പിന്നെ ചില ക്യാരക്ടേഴ്സ് നമ്മൾ സൂട്ട് ആവാതെ വരും, അല്ലെങ്കിൽ ഒരേ ടൈപ്പിലായി പോകും. അപ്പൊ അതിന്റെ കുറെ ക്യാരക്ടേഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹം. പിന്നെ ഇതൊരു കോൺഫിഡൻസിന്റെ ഒരു സംഭവം കൂടിയാണ്. അതുകൊണ്ട് സേവ് ആയിരിക്കും. അതെന്ത് പന്ത്രണ്ട് അരുൺ എന്ന് പറയുന്ന ഫിറ്റ്നസ് കോച്ച് കൊച്ചിയിലുള്ള ഒരാളാണ്. ചെക്ക് ചെയ്ത് ചോദിച്ചാൽ മതി, പുള്ളി പറഞ്ഞു തരും. കോച്ചിന്റെ പേര് അരുൺ മേനൻ. വേണമെങ്കിൽ ഞാൻ ലിങ്ക് അയച്ചുതരാം. ആഗ്രഹിക്കുന്നവർക്ക് വേണമെങ്കിൽ ഞാൻ ലിങ്ക് നിങ്ങളോട് അയച്ചുതരാം. ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ, എല്ലാവരും കോൺടാക്ട് ചെയ്താൽ മതി. അരുൺ മേനൻ. പണ്ട് ഇവിടെ എത്തിയായിരുന്നു. എല്ലാവരും ഓരോ ലിഫ്റ്റ് ചെയ്ത് കയറി റെഡിയായിട്ട് വരികയല്ലേ. ഇവിടെ ആരെയും റെഡിയാണ്.